ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസിലും ഞാൻ ഡിസ്കസ് ചെയ്യുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് കോമ്പറ്റിറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റിറ്റീവ് എക്സാംസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഞാൻ ഒരു പേജിൽ ഇംഗ്ലീഷിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് പേജ് സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ ന്യൂസും ഞാൻ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലാണ് നോട്ട്സ് വേണ്ടതെങ്കിൽ ആ പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് നോക്കി പഠിച്ചാലും മതി. നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. അങ്ങനെ ടൈം സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി അപ്രൂവ്സ് ഭാരത് ഗ്യാസ് അമാൽഗമേഷൻ വിത്ത് BPCL. അപ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഭാരത് ഗ്യാസ് അമാൽഗമേഷൻ, ഭാരത് ഗ്യാസിൻ്റെ അമാൽഗമേഷൻ BPCL ആയിട്ടുള്ള അമാൽഗമേഷൻ അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാരത് ഗ്യാസ് റിസോഴ്സസ് ലിമിറ്റഡ്, എ 100% സബ്സിഡറി ഓഫ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാസ് ബീൻ അമാൽഗമേറ്റഡ് വിത്ത് ദ പാരൻറ്റ്. അതായത് BPCLൻ്റെ തന്നെ സബ്സിഡറി ആയിരുന്നു ഭാരത് ഗ്യാസ് എന്ന് പറയുന്ന ഭാരത് ഗ്യാസ് റിസോഴ്സസ് ലിമിറ്റഡ്. അതിപ്പോൾ കംപ്ലീറ്റ്ലി അതിൻ്റെ പാരൻറ്റ് ഓർഗനൈസേഷനായ BPCL, അതായത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിട്ട് അമാൽഗമേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് പോയിന്റ്: ദ മെയിൻ ബിസിനസ് ഓഫ് ഭാരത് ഗ്യാസ് റിസോഴ്സ് ലിമിറ്റഡ് ഈസ് ഗ്യാസ് സോഴ്സിങ് ആൻഡ് റീറ്റെയിലിംഗ്. അപ്പോൾ അതിൻ്റെ ബിസിനസ്, ഭാരത് ഗ്യാസ് റിസോഴ്സസ് ലിമിറ്റഡിൻ്റെ മെയിൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സോഴ്സിങ് ആൻഡ് റീറ്റെയിൽ ആയിട്ടത് വിൽക്കലും, അതാണ് അതിൻ്റെ മെയിൻ ബിസിനസ്. ദ സ്കീം ഓഫ് അമാൽഗമേഷൻ ഹാസ് ബിക്കം ഇഫക്റ്റീവ് ഓൺ August 16. അപ്പോൾ ഈ അമാൽഗമേഷൻ August 16 തൊട്ടിട്ട് എഫക്റ്റീവ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരത് ഗ്യാസ് റിസോഴ്സസ് ലിമിറ്റഡ് 2018 ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അതായത് നിലവിൽ വന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോർമർ CEA ചീഫ് അതിൻ്റെ CEA എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഫോർമർ CEA കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ അപ്പോയിൻറ്റഡ് ഇന്ത്യാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് IMF. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ആയിരിക്കുകയാണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സുബ്രഹ്മണ്യൻ ടു ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് IMF വിത്ത് ഇഫക്റ്റ് ഫ്രം November 1, 2022 ഫോർ എ പീരീഡ് ഓഫ് 3 years ഓർ അൺടിൽ ഫർദർ ഓർഡേഴ്സ്. അപ്പോൾ 3 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഓർഡർ വരുന്നത് വരെ ഈ ഒരു അപ്പോയിൻമെൻറ്റ് സാധുവാണ്. സോ ബൈ കർട്ടൈലിംഗ് ദ ടെന്യൂർ ഓഫ് ഡോക്ടർ സുജിത് S. ബല്ല ആസ് ED ഇന്ത്യ IMF അപ് ടു 31/10/2022. അപ്പോൾ ഇതിൽ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ ഇപ്പോൾ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, IMFൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഡയലോഗ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് 8 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഡയലോഗിൽ. 8 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഡയലോഗിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ. സോ യൂണിയൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാനാണ് ഈ ഡിസ്കഷനിൽ പങ്കെടുത്തത്. ഗ്രൂപ്പ് ഓഫ് 8 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഉള്ള ഡിസ്കഷനിലാണ് പങ്കെടുത്തത് യൂണിയൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാൻ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HPCL കമൻസസ് ഇറ്റ്സ് ഫസ്റ്റ് കൗഡങ് ടു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്ട്. അപ്പോൾ HPCL കമൻസ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് കൗഡങ് ടു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്റ്റായിട്ട്. സോ നമുക്കിതൊന്ന് വായിക്കാം. HPCL commenced its Cowdung to compressed biogas project at Sanshore, Rajasthan.
അപ്പോൾ സാൻഷോർ രാജസ്ഥാനിലാണിത് പ്രൊജക്റ്റ് കമൻസ് ചെയ്യുന്നത്. സോ HPCL ആണ് ഫസ്റ്റ് കൗഡങ് ടു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്റ്റ് കമൻസ് ചെയ്തത്. സോ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ് ലോഞ്ചസ് വില്ലേജ് ഡിഫൻസ് ഗാർഡ് സ്കീം 2022. അപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ് വില്ലേജ് ഡിഫൻസ് ഗാർഡ് സ്കീം 2022 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വായിക്കാം. ദ ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ് ഇൻ ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഹാസ് സെഡ് ദാറ്റ് ദ വില്ലേജ് ഡിഫൻസ് ഗ്രൂപ്പ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ പെർഷ്യൂവൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓർഡർ ഹാവ് over the years successfully ensured the safety and security of the identified vulnerable villages and supplemented the efforts of the security forces in maintaining internal securities. സോ ജമ്മു ആൻഡ് കശ്മീർ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വില്ലേജ് ഡിഫൻസ് ഗാർഡ് സ്കീം 2022. സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിഫ്റ്റ്സ് ബിസിനസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ അമേരിക്കൻ എക്സ്പ്രസ്. അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മേൽ ചുമത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇതൊന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ലിഫ്റ്റഡ് റെസ്ട്രിക്ഷൻസ് ഓൺ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിങ് കോർപ്പറേഷൻ ആൻഡ് ഹാസ് അലൗഡ് ദ എൻറ്റിറ്റി ടു ഓൺബോർഡ് ന്യൂ കസ്റ്റമേഴ്സ് ഓൺ ഇറ്റ്സ് കാർഡ് നെറ്റ്വർക്ക്. അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിങ് കോർപ്പറേഷൻ്റെ മേൽ ചുമത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യാം, അവരുടെ കാർഡ് നെറ്റ്വർക്കിലേക്ക് ഓൺബോർഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ RBI ഹാസ് സെഡ് ദ സൂപ്പർവൈസറി ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ in the exercise of powers vested in the under section 17 of the Payment and Settlement Systems Act 2007. അപ്പോൾ സഞ്ജയ് ഖന്നയാണ് ഇൻട്രീം CEO ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിങ് കോർപ്പറേഷൻ ഇന്ത്യ. സോ സെയിം ന്യൂസ് മലയാളത്തിലുകൊണ്ട് നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ സയൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെൻറ്റ് വിത്ത് CDRI എനേബിൾസ് ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്താണ് ഈ CDRI? CDRI എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെൻറ്റ് CDRI ആയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് നിങ്ങൾക്ക് മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദ ഇന്ത്യൻ ക്ലീൻ എയർ സമ്മിറ്റ് 2022 ബിഗിൻസ് ഇൻ ബംഗളൂരു. അപ്പോൾ ക്ലീൻ എയർ സമ്മിറ്റ് ബാംഗ്ലൂരിൽ വെച്ച് തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ എയർ സമ്മിറ്റ് 2022 ബാംഗ്ലൂരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ 4th എഡിഷൻ ഓഫ് ഇന്ത്യ ക്ലീൻ എയർ സമ്മിറ്റ്. അപ്പോൾ ഇത് 4ാമത്തെ എഡിഷൻ ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് 3 നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് 4ാമത്തെ എഡിഷൻ നടന്നത് ബാംഗ്ലൂരിലാണ്. സോ ദ 4th എഡിഷൻ ഓഫ് ഇന്ത്യ ക്ലീൻ എയർ സമ്മിറ്റ് ബിഗാൻ ഇൻ ബംഗളൂരു വിത്ത് global experts are set to discuss an integrated approach to resolving air pollution and climate change. The summit has been organized by think tanks Center for Air Pollution Studies and the Center for a Study of Science and Technology and Policy. സോ ഇന്ത്യ ക്ലീൻ എയർ സമ്മിറ്റ് 2022 ബിഗിൻ ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. സോ സെയിം ന്യൂസ് നിങ്ങൾക്ക് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IDFC appoints Mahendra Shah as MD and CEO effective from October 1st. അപ്പോൾ October 1st മുതൽ മഹേന്ദ്ര ഷാ ആയിരിക്കും IDFCയുടെ MD and CEO, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. So the IDFC board approved the appointment of Mahendra N. Shah as managing director designate of the company with immediate effect. The term of Sunil Kakar as a managing director and CEO of the company will end on September 30, 2022. അപ്പോൾ September 30, 2022 ഈ ഒരു സുനിൽ കാക്കറിൻ്റെ ടേം എൻഡ് ചെയ്യും. അപ്പോൾ സ്ഥാനം ഏറ്റെടുക്കുക October 1 മുതൽക്ക് മഹേന്ദ്ര N. ഷാ ആയിരിക്കും. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് ടു കം അപ്പ് ഇൻ കർണാടക. അപ്പോൾ ടു സൂൺ കം അപ്പ് ഇൻ കർണാടക. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ്
കർണാടകയിൽ വരാൻ പോവുകയാണ്. നമുക്കൊന്ന് വായിക്കാം. കാംബ്രിഡ്ജ് ലേഔട്ട് ഇൻ ഹലസൂരു ഈസ് സെറ്റ് ടു വിറ്റ്നസ് ദിസ് ടെക്നോളജിക്കൽ മാർവൽ, മേക്കിംഗ് ഇറ്റ് ദ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ദ കൺട്രി ടു ബിൽഡ് യൂസിങ് 3D പ്രിൻറ്റിംഗ്. സോ ഇന്ത്യയുടെ ഫസ്റ്റ് 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് കർണാടകയിൽ വരാൻ പോവുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അനങ്താൽ സൈറ്റ് ഇൻ ഡൽഹി ടു ബി സെൻട്രലി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അനങ്താൽ സൈറ്റ്, ഡൽഹിയിലത്തെ അനങ്താൽ സൈറ്റ് സെൻട്രലി പ്രൊട്ടക്റ്റഡ് ആവാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ അനങ്താൽ ഇൻ സൗത്ത് ഡൽഹി ബിലീവ്ഡ് ടു ഹാവ് ബീൻ ബിൽഡ് 1,000 years ago has been declared a monument of national importance through a gazette notification by the Ministry of Culture earlier this week. As per the website of National Mission on Monuments and Antiquities, tradition ascribes this tank to a Tomar king, Anangpal II, the builder of Lal Kot. സോ അനങ്താൽ ലേക്ക് ഡൽഹിയിലെ മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സെൻട്രലി പ്രൊട്ടക്റ്റഡ് ആക്കാൻ പോവുകയാണ്. ഒരു നാഷണൽ മോണുമെൻ്റ് ആക്കി മാറ്റാനാണ് തീരുമാനം. അനങ്താൽ സൈറ്റ് ഇൻ ഡൽഹി. അനങ്താൽ സൈറ്റ് അപ്പോൾ എവിടെയാണെന്ന്, ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ടു ഗെറ്റ് കോമ്പോസിറ്റ് ഹെൽത്ത് കെയർ SVCS അണ്ടർ ABPMJY ഗവൺമെൻറ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് കോമ്പോസിറ്റ് ഹെൽത്ത് കെയർ സർവീസസ് കൊടുക്കാൻ പോവുകയാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ നീക്കം പ്രകാരം. നമുക്കൊന്ന് വായിക്കാം. ഇൻ എ ലാൻഡ്മാർക്ക് ഡിസിഷൻ ടുഡേ എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വാസ് സൈൻഡ് ബിറ്റ്വീൻ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ടു പ്രൊവൈഡ് ആൻ ഇൻക്ലൂസീവ് ആൻഡ് കോമ്പോസിറ്റ് ഹെൽത്ത് പാക്കേജ് ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അണ്ടർ ആയുഷ്മാൻ ഭാരത് PMJAY. അപ്പോൾ PMJAY, ആയുഷ്മാൻ ഭാരത് PMJAYയുടെ അണ്ടറിൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് കമ്പോസിറ്റ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019, അതാണ് ലേറ്റസ്റ്റ് അവരുടെ ഒരു ആക്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിലൊക്കെയാണ് ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് കോമ്പോസിറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയുഷ്മാൻ ഭാരത് PMJAYയുടെ അണ്ടറിലാണ് ഈ ഒരു ഹെൽത്ത് പാക്കേജ് ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ RS ശർമ്മയാണ് CEO ഓഫ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ CEO ആണ് ഡോക്ടർ RS ശർമ്മ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാജ്നാഥ് സിംഗ് അറ്റൻഡ്സ് SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ താഷ്കൻഡ്. അപ്പോൾ താഷ്കൻഡിൻ്റെ ക്യാപിറ്റൽ ബിഷ്കേക്കാണ്, കറൻസി സോമാണ്. അപ്പോൾ രാജ്നാഥ് സിംഗ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് താഷ്കൻഡിൽ വെച്ച് നടക്കുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് അത് അറ്റൻഡ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രൈപാർട്ടേറ്റ് MOU സൈൻഡ് ഫോർ സ്വിഫ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സ് അണ്ടർ ഭാരത് മാല പ്രൊജക്റ്റ്. അപ്പോൾ ഭാരത് മാല പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഒരു സ്വിഫ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് സൈൻ ചെയ്തിരിക്കുകയാണ്. ട്രൈപാർട്ടേറ്റ് MOU സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്സിന് വേണ്ടിയിട്ടാണ് ഭാരത് മാല പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം, ഡീറ്റെയിൽഡ് ന്യൂസാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർസ് പിനാക്ക എക്സ്റ്റെൻഡഡ് റേഞ്ച് റോക്കറ്റ് ഇൻ പോക്രാൻ. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് അവരുടെ പിനാക്ക എക്സ്റ്റെൻഡഡ് റേഞ്ച് റോക്കറ്റ് പോക്രാനിൽ വെച്ച് ടെസ്റ്റ് ഫയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Trials of Pinaka Extended Range rocket developed by DRDO were carried out in the Pokhran firing ranges in Rajasthan. Multiple successful test firings were carried out during these trials. The Pinaka Enhanced Rocket System and the Pinaka Area Denial Munition rocket systems were successfully test fired in April 2022.
The guided extended range rocket ammunition has a range of 75 km with an accuracy of 40 meter. അപ്പോൾ DRDO സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുകയാണ് പിനാക്ക എക്സ്റ്റൻഡഡ് റേഞ്ച് റോക്കറ്റ് പോക്രാനിൽ വെച്ച്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റ്സ് അമൃത ഹോസ്പിറ്റൽ ഇൻ ഫരീദാബാദ്, ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ ഇൻ മൊഹാലി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി അമൃത ഹോസ്പിറ്റൽ ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റലും ഇനോഗ്രേറ്റ് ചെയ്തു. അതേപോലെ ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ മൊഹാലിയിലെ ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റലും ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് അമൃത ഹോസ്പിറ്റൽ ഇൻ ഫരീദാബാദ്. The state-of-the-art facility has 2,600 beds and will be managed by ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കത് വായിക്കാം. The Kochi Amrita Hospital was inaugurated on 17th May 1998. സോ അമൃത ഹോസ്പിറ്റൽ ഇനോഗ്രേറ്റ് ചെയ്തതാണ് പറയുന്നത് കൊച്ചിയിലത്തെ 17th May 1998. അടൽ ബിഹാരി വാജ്പേയി ആണത് ഇനോഗ്രേറ്റ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ടോട്ടഡ് ടു ബി ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, ഏഷ്യയിലത്തെ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ അതായത് അമൃത ഹോസ്പിറ്റൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഛത്തീസ്ഗഡ് ടു സെറ്റപ്പ് 300 റൂറൽ ഇൻഡസ്ട്രിയൽ പാർക്സ്. അപ്പോൾ ഛത്തീസ്ഗഡ് 300 റൂറൽ ഇൻഡസ്ട്രിയൽ പാർക്സ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇൻ എ മൂവ് എയിംഡ് ടു സ്ട്രെങ്തൻ ദ റൂറൽ എക്കണോമി, ദ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് വിൽ സെറ്റപ്പ് റൂറൽ ഇൻഡസ്ട്രിയൽ പാർക്സ് ഇൻ ദ സ്റ്റേറ്റ്. ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ പ്രൊജക്ട് ദർ വിൽ ബി 300 സച്ച് പാർക്സ്. അപ്പോൾ ഇത് ആദ്യത്തെ വർഷമാവുകൊണ്ട് 300 പാർക്ക് ഉണ്ടായിരിക്കും, റൂറൽ ഇൻഡസ്ട്രിയൽ പാർക്ക്. ദ ഫസ്റ്റ് സച്ച് പാർക്ക് ഇൻ ഛത്തീസ്ഗഡ് കെയിം അപ്പ് ഇൻ കുൽഗോൺ കങ്കർ ഡിസ്ട്രിക്ട് വിച്ച് ഹാസ് ബീൻ നെയിംഡ് ഗാന്ധിഗ്രാം. അപ്പോൾ ഫസ്റ്റ് പാർക്ക്, അങ്ങനത്തെ ഒരു ഫസ്റ്റ് പാർക്ക് ഛത്തീസ്ഗഡിൽ വന്നത് കാങ്കർ ഡിസ്ട്രിക്റ്റിലെ കുൽഗോണിലാണ്. അതിൻ്റെ പേരാണ് ഗാന്ധിഗ്രാം. സോ ഛത്തീസ്ഗഡിൽ 300 റൂറൽ ഇൻഡസ്ട്രിയൽ പാർക്സ് സെറ്റപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഏഞ്ചല മെർക്കൽ വിൻസ് യുനെസ്കോ പീസ് പ്രൈസ് ഫോർ എഫേർട്സ് ടു വെൽക്കം റെഫ്യൂജീസ്. അപ്പോൾ റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സിന് ഏഞ്ചല മെർക്കലിന് യുനെസ്കോൻ്റെ പീസ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. So former German Chancellor Angela Merkel received the 2022 Peace Prize in recognition of her efforts to welcome refugees, according to UNESCO. So Angela Merkelനാണ് യുനെസ്കോ പീസ് പ്രൈസ് കിട്ടിയത് എഫേർട്സ് ടു വെൽക്കം റെഫ്യൂജീസിന് വേണ്ടിയിട്ട്. After 16 years in office, Merkel left her position as a head of a state of Germany in 2021. സോ ഏഞ്ചല മെർക്കലിന് യുനെസ്കോ പീസ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യാനുള്ള എൻ്റെ എഫേർട്സിന് വേണ്ടിയിട്ടാണ് ഏഞ്ചല മെർക്കലിന് യുനെസ്കോ പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.